ഇവിടെ ഇനിയിപ്പോൾ ഈ നേരത്തെ ശ്രീ പ്രിൻസ് ജോർജ് പറഞ്ഞത് താങ്കൾ കേട്ട് കാണുമല്ലോ. ഇങ്ങനെ സ്വകാര്യവൽക്കരണത്തെ നമുക്ക് അടച്ചാക്ഷേപിക്കാൻ കഴിയില്ല. ഈ കിഫ്ബിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉള്ള വിമർശനങ്ങൾ ശരിയാണ്. കാരണം അത് സുതാര്യമായി ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. തുടങ്ങിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ, അതിനൊരു മറുപടി കാണുമല്ലോ താങ്കൾക്ക്. ഓക്കെ, ആദ്യം സ്വകാര്യ നിക്ഷേപത്തിൽ നിന്നും എതിർത്തിട്ടുമില്ല, ഇനിയും എതിർക്കാൻ പോകുന്നില്ല. കിഫ്ബി എല്ലാം ഉപയോഗപ്പെടുത്തി പശ്ചാത്തല സൗകര്യങ്ങൾ സൃഷ്ടിക്കുന്നത് ഒരു നിക്ഷേപാന്തരീക്ഷം കേരളത്തിലുണ്ടാക്കാനും നമുക്ക് പറ്റിയ വ്യവസായങ്ങളിലേക്ക് നിക്ഷേപകരെ ആകർഷിക്കാനും വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഒരു സ്വകാര്യ നിക്ഷേപ വിരുദ്ധതയൊന്നുമില്ല, അബ്സല്യൂട്ട്ലി നോട്ട്. പക്ഷേ നമ്മുടെ പൊതു ആരോഗ്യ സംരക്ഷണം അത് പരമപ്രധാനമാണ്. അതിനെ ദുർബലപ്പെടുത്തുന്ന രീതിയിൽ ഇൻഷുറൻസ് ആയാലും മെഡിക്കൽ സിറ്റികളായാലും വിമർശന ബുദ്ധിയെ പരിശോധിക്കേണ്ടതുണ്ട്. ഇതുപോലെ തന്നെ റെയർ എർത്ത്, നമ്മുടെ തീരദേശത്തെ ഖനനം, അവിടെ വലിയൊരു ജനസംഖ്യയുടെ ഉപജീവന മാർഗമാണ്. അപ്പം അതുകൊണ്ട് അവിടെ സ്വകാര്യ ലാഭം മാത്രം താല്പര്യമായിട്ടുള്ള കുത്തകകൾ അതിലേക്ക് പ്രവേശിക്കുന്നതിന് നിയന്ത്രണങ്ങൾ ആവശ്യപ്പെടും. ആ രീതിയിലുള്ള സ്വകാര്യവൽക്കരണത്തെ അല്ലാതെ സ്വകാര്യ മൂലധനം വേണ്ട എന്നൊന്നും ഇവിടെ ആരും പറയുന്നില്ല. രണ്ട്, അപ്പോൾ ഇവരെയൊക്കെ ആകർഷിക്കാൻ പറ്റിയ പശ്ചാത്തല സൗകര്യങ്ങൾ സൃഷ്ടിക്കണം. സാധാരണഗതിയിൽ ബഡ്ജറ്റിൽ നിന്ന് നമുക്ക് കുറച്ച് തുക മാറ്റിവെക്കാം. ഇന്ത്യയിൽ 2% ഇങ്ങനെ ദേശീയ വരുമാനത്തിൻ്റെ സംസ്ഥാനങ്ങൾ പശ്ചാത്തല സൗകര്യത്തിന് മാറ്റിവെക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ അതിനൊക്കെ കുറവാണ്, 1.6% ഉള്ളൂ. ഇത് എത്രയോ നാളായിട്ട് ഇങ്ങനെ തുടരുന്നതിൻ്റെ ഫലമായിട്ട് പശ്ചാത്തല സൗകര്യങ്ങളിൽ നമ്മൾ വളരെ പിന്നോക്കമാണ് മറ്റ് സംസ്ഥാനങ്ങളോട് താരതമ്യം. ഇത് അടിയന്തരമായിട്ട് മറികടക്കണം. ഏതെങ്കിലും കാലത്ത് പോരാ, ഇന്ന് മറികടക്കാൻ കഴിയണം. വ്യവസായവൽക്കരണത്തിന് ഭൂമിയുടെ പ്രശ്നം പോലെ തന്നെ വൈദ്യുതിയും റോഡും വ്യവസായ പാർക്കുകളും ഒക്കെ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനാവശ്യമായ ഭീമമായ തുക ഇങ്ങനെ കണ്ടെത്തും. അത് ബഡ്ജറ്റിൽ നിന്ന് കൊടുക്കാന്നൊക്കെ പറയുന്നത് യാഥാർത്ഥ്യബോധം ഇല്ലാത്തതുകൊണ്ടാണത്. കാരണം ബഡ്ജറ്റ് വഴി എടുക്കാവുന്ന വായ്പക്ക് കൃത്യമായ പരിധിയുണ്ട്. ആ പരിധി വെച്ച് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് നമ്മുടെ വിദ്യാഭ്യാസവും ആരോഗ്യവും ഒക്കെ ചെലവ് കഴിഞ്ഞിട്ട് പശ്ചാത്തല സൗകര്യങ്ങൾക്ക് വേണ്ടത്ര പണം നീക്കി വെക്കാൻ കഴിഞ്ഞില്ലെന്നുള്ളതല്ലേ ഇതുവരെയുള്ള അനുഭവം. അതുകൊണ്ടല്ലേ പിന്നോക്കാവസ്ഥ. അതുകൊണ്ടാണ് ബഡ്ജറ്റിന് പുറത്ത് ഇതിന് പണം കണ്ടെത്തേണ്ടി വരുന്നത്. ഇതിനുള്ളൊരു പോംവഴി ഇത്തരത്തിൽ ഓരോ പ്രൊജക്റ്റിനും സ്ഥാപനങ്ങൾ വരുമ്പോൾ അവ വായ്പ എടുക്കട്ടെ എന്ന് പറയാം, അല്ലെങ്കിൽ ആനുവിറ്റി പ്രോഗ്രാമായി ചെലവഴിക്കാൻ വെക്കാം. പക്ഷേ റവന്യൂ ഉൽപ്പാദിപ്പിക്കാത്ത റോഡുകൾ, പാലങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ പണിയാൻ പറ്റില്ല, റവന്യൂ മോഡലിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അതൊക്കെ ആനുവിറ്റി മോഡലിൽ ചെയ്താലോ? ഞാൻ കേരളത്തിലെ 10 വർഷത്തെ അനുഭവം പരിശോധിച്ചു. 12 മുതൽ 20% വരെയാണ് ഇംപ്ലിസിറ്റ് പലിശ. അതുകൊണ്ടാണ് നമ്മൾ വിശ്വാസ്യത നേടാൻ കഴിയുന്ന ഒരു ധനകാര്യ സ്ഥാപനം എടുത്ത് അവർ വായ്പ എടുക്കട്ടെ, അത് സർക്കാർ വഴി ചെയ്യാൻ പറ്റത്തില്ലെന്ന്. അത് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ FRBM പരിധിക്കുള്ളി വരും. ഇത് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതല്ലേ, നഹായ് ഇങ്ങനെയുള്ളതെന്നല്ലേ. കേന്ദ്ര സർക്കാരിൻ്റെ ഗ്രാൻഡ് കൊടുക്കുന്നുണ്ട് നഹായ്ക്ക്, അതുവഴി എടുക്കുന്ന വായ്പ നഹായ് തിരിച്ചടക്കുന്നുണ്ട്, ടോളും കിട്ടുന്നുണ്ട്. അപ്പം കേന്ദ്ര സർക്കാരടക്കം മറ്റ് സംസ്ഥാനങ്ങളുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യത്തെ വിപുലീകരിച്ച് നമ്മൾ നടപ്പാക്കിയ ഇത് പ്രായോഗികമാണെന്ന് തെളിഞ്ഞെന്ന്. നമ്മുടെ നാട്ടിൽ ഏതാണ്ട് 30,000 കോടിയുടെ പദ്ധതികൾ നടപ്പാക്കി, വേറെ 36,000 നടന്നുകൊണ്ടിരിക്കുന്നു, ബാക്കിയുള്ള ടെൻഡറിന് തയ്യാറാവുന്നു.
ഇത്ര ഭീമമായ പണം എടുക്കുന്നതുകൊണ്ട് അത് കടക്കിണിയിലോട്ട് പോവും, ബാധ്യ സർക്കാരിൻ്റെ മുകളിലാവും. എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു, സാമാന്യ വിവരമുള്ളവർക്ക് മനസ്സിലാവേണ്ടതാണ്. സർക്കാർ ഏതായാലും നിയമപ്രകാരം എല്ലാ വർഷവും ഒരു നിശ്ചിത തുക കൊടുക്കണം. പഞ്ചായത്തിനൊക്കെ കൊടുക്കുന്ന പോലെ ഒരു ഗ്രാന്റ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അത് നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ സ്ഥാപനത്തിന് അടുത്തൊരു 25 വർഷം കിട്ടാവുന്ന പണത്തിൻ്റെ ഒരു രേഖ വരക്കാൻ പറ്റും. എപ്പോൾ പ്രൊജക്റ്റ് എടുക്കുമ്പോഴും അതിൻ്റെ ലയബിലിറ്റി ബില്ലിനും മറ്റെത്ര കൊടുക്കണം എന്നുള്ളത് ഈ രേഖയ്ക്ക് താഴെയായിരിക്കും. ഇതിന് അസറ്റ് ലയബിലിറ്റി മാച്ചിങ് എന്ന് പറയുന്നത്. ഇത് പാലിക്കുന്നെന്നുള്ള സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് ഫണ്ട് ഫിഡലിറ്റി ബോർഡ് എന്ന് പറഞ്ഞ് വിനോദ് റോയിയുടെ CAG ആയിരുന്നു, അദ്ദേഹത്തിന് ഒരു സമിതി പോലും ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിയമത്തിൽ വ്യവസ്ഥ ചെയ്ത പണമല്ലാതെ ഈ തുക കണ്ടിട്ടൊന്നും ആരും ഭയപ്പെടേണ്ട, ഒരു പ്രശ്നവുമില്ല. അതിനുള്ള ഉത്തരവാദിത്വ ബോധമുണ്ട്. രണ്ടാമത്തെ പറയുന്ന വിമർശനം ചില ജില്ലകളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. നോക്കൂ, എവിടെ പറയുന്ന കണ്ണൂരിൻ്റെത്. ഇന്ന് കേരളത്തിൽ ഭൂമി മൊബിലൈസ് ചെയ്യാൻ പറ്റുന്ന കണ്ണൂരും കാസർഗോഡുമാണെന്ന്. അതുകൊണ്ട് കേരളത്തിലെ മൊത്തം ഭൂമി അക്വിസിഷന് വേണ്ടി 20,000 കോടി വെച്ചത് കണ്ണൂരിലെ പ്രൊജക്റ്റിൻ്റെ ഹെഡിന് കീഴിലാണ്. അതിൽ നിന്നാണ് വേറെ എവിടെയും ഭൂമിക്ക് എടുക്കുന്നത്. ആ 20,000 കോടി വന്നപ്പോൾ കണ്ണൂരിൻ്റെ വിഹിതം ഗണ്യമായിട്ട് കൂടി. അത് വെച്ചിട്ടാണ് കണ്ടത്. മൂന്നാമത്തത് സമാന്തര സർക്കാരായിട്ട് മുഖ്യമന്ത്രിയാണ് ഇതിൻ്റെ ചെയർമാൻ, ധനമന്ത്രിയാണ് അതിൻ്റെ വൈസ് ചെയർമാൻ, അതിൻ്റെ CEO അടക്കമുള്ള ഉള്ള ഒരു സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരാണ്. എങ്ങനെ നിങ്ങളിത് പറയുന്നത്? ഇതുവരെയും കിഫ്ബിയുടെ ഏതെങ്കിലും പ്രോജക്റ്റ് നടത്തുവിൽ ഒരു അഴിമതി പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മളെ സർക്കാർ യന്ത്രം എന്ന് പറയുന്നത് വളരെ കാര്യക്ഷമമാണ്. എന്തിന്? ഇപ്പോൾ ഭൂപരിഷ്കരണം പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ, സ്കൂൾ നടത്താൻ, ആശുപത്രി നടത്താൻ, അല്ലെങ്കിൽ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ലാർജ് പ്രൊജക്ട്സ്, ഗോൾഡൻ ജൂബിലി പൂർത്തീകരിക്കാത്ത ഏതെങ്കിലും വലിയ പ്രൊജക്റ്റ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ജലവൈദ്യുതി ആവാം, അതല്ലെങ്കിൽ ജലസേചനമാവാം, അല്ലെങ്കിൽ നീണ്ട KSTP റോഡാവാം. അതിന് 50 വർഷം വേണ്ടി വന്നില്ല, 10-15 വർഷം വേണ്ടി വന്നു. നൗ അങ്ങനെയുള്ള കേരളത്തിൽ നമ്മൾ പുതിയൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാക്കി. റോഡ് പണിയുന്നതിന്, കെട്ടിടം പണിയുന്നതിന്, അതിന് സമയബന്ധമായി തീർക്കുന്നതിന് അത്തരത്തിലൊരു സംഭാവന കേരളത്തിൻ്റെ വികസന കാര്യക്ഷമതയിൽ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് പുതിയ സർക്കാർ വന്നു, ചില കാര്യങ്ങൾ മാറ്റണം, അവർക്ക് ആഗ്രഹം ഉണ്ടാവും, അതൊക്കെ അണ്ടർസ്റ്റാൻഡബിൾ. കേന്ദ്ര സർക്കാരിനെതിരെ അപ്പോൾ അതിന് പറ്റുന്ന രീതിയിൽ ഇതിലൊരു മാറ്റം കൊണ്ടുവരണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഇതൊരു ധനകാര്യ സ്ഥാപനമാണെന്ന് തലേ ബോധം ഉണ്ടാവണം കേട്ടോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.